നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അന്ന് പുഴയിൽ നിന്നും ഏട്ടൻ രക്ഷപ്പെട്ട് കാണൂ. കഥകളിലൊക്കെ വായിക്കുന്നത് പോലെ എവിടെങ്കിലും കുറെ കാലം ഓർമ്മയില്ലാതെ കിടന്നിട്ട് ഒരു ദിവസം തിരിച്ചു വരൂ. അച്ഛനത് ഇഷ്ടല്ലെന്ന് പറയുമ്പോ അപ്പൂപ്പൻ എന്തിനാ അത് വീണ്ടും വീണ്ടും പറയുന്നേ? അപ്പൂപ്പൻ ആരാ? പത്മ ടീച്ചറിന്റെ ബ്രോക്കറോ? കുഞ്ഞു വായില് വലിയ വർത്താനം പറഞ്ഞോണ്ടല്ലോ. കുഞ്ഞു വായില് വലിയ വർത്താനം പറയുന്നത് അതിങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടാ. ഇനി പത്മ ടീച്ചറുടെ കാര്യം ഇവിടെ ഒരു വാക്ക് പോലും പറഞ്ഞു പോരുത്, കേട്ടല്ലോ? ഒരു പത്മ ടീച്ചർ പോലും. പണ്ടത്തെ ശത്രുതയൊന്നും നിന്റെ മനസ്സിലില്ലെന്ന് എനിക്കറിയാം. അധികം താമസിക്കാതെ നീ തന്നെ അതെന്നോട് പറയുകയും ചെയ്യും. പത്മ ടീച്ചറുമായിട്ട് എന്റെ കല്യാണം നടത്തിത്തരണമെന്ന്. മോൾ ഇഡലി കഴിക്ക് കേട്ടാ. മോക്ക് ചായ വല്ലതും വേണോ? ഇപ്പൊ കൊണ്ടുവരാം. ഇന്ന് എന്തു പറ്റി ജ്യോതി? നേരത്തെ എഴുന്നേറ്റല്ലോ. എന്തു പറ്റി? എന്ത് നീ വല്ലാതിരിക്കുന്നെ? നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നെ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഏട്ടനെ സ്വപ്നത്തിൽ കണ്ടു. ഏട്ടൻ ചെയ്ത പ്രവൃത്തികളോട് എനിക്ക് ദേഷ്യമുണ്ട്. പക്ഷെ എന്റെ ഏട്ടനല്ലേ. ഏട്ടൻ ഇവിടെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാ ഞാൻ സ്വപ്നം കണ്ടത്. മരിച്ചു പോയവരൊക്കെ തിരിച്ചു വരികയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ അച്ഛനും അമ്മയും ഒക്കെ തിരിച്ചു വരികയായിരുന്നില്ലേ? ഏട്ടനോട് ഞാൻ ചോദിച്ചു ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന്. അപ്പൊ ഏട്ടൻ പറഞ്ഞു കുറെ കാലം ഞാൻ ഇരുട്ടിലായിരുന്നു, ഇപ്പോഴാ വെളിച്ചത്തേക്ക് വന്നേന്ന്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഫലിക്കും നിത്യേച്ചി. എന്തെങ്കിലും ഏട്ടൻ നമ്മളെ തേടി വരുമോ?
ഏട്ടൻ കുറെ സംസാരിച്ചു. അമ്മയെ കാണണം, ഏടത്തെ കാണണം, ഞാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അന്ന് പുഴയിൽ നിന്നും ഏട്ടൻ രക്ഷപ്പെട്ട് കാണൂ. കഥകളിലൊക്കെ വായിക്കുന്നത് പോലെ എവിടെങ്കിലും കുറെ കാലം ഓർമ്മയില്ലാതെ കിടന്നിട്ട് ഒരു ദിവസം തിരിച്ചു വരൂ. അങ്ങനെ മരണത്തെ തോൽപ്പിച്ച് നിന്റെ ഏട്ടൻ തിരിച്ചു വന്ന നമുക്ക് മരിക്കാനാണ് സമയമായി എന്നർത്ഥം. സാറേ, 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 ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.